ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ടൈം 10:44. ചുമ്മാ ഇറങ്ങണ്ട, എന്നൊരു മഴയുള്ള ദിവസം വീട്ടിൽ പോസ്റ്റ്. പിന്നെ നമുക്ക് പാക്കേജൊക്കെ കുറവാണ്, മൊത്തം ഫ്ലഡ് അല്ലേ. അതുകൊണ്ട് ചുമ്മാ ഇന്ന് ഓൺലൈൻ ഓടാൻ ഇറങ്ങി. ഇന്നലെ നമ്മുടെ പുത്തൻതോട് ബീച്ചിൽ പോയിടെ ഫുള്ള് മണ്ണാണ്ട കണ്ടാ, വെള്ള മണ്ണ്. ഈ സൈഡും ബാക്കിലും ക്ലീൻ ആക്കാണ്ട് മഴ പെയ്ത്. സോ ഗൈസ്, കുറേ നാൾക്ക് ശേഷം വീണ്ടും ഊബർ ഓടാൻ ഇറങ്ങിയിരിക്കുന്നു. മതാ വെക്കാത്തോളേ 60,762 60,762 കിലോമീറ്റർ എൻ്റെ വണ്ടി ഓടിയിട്ടുള്ളൂ ഇടാം. അതായത് ഇപ്പോൾ 2.5 കൊല്ലമായിട്ടും വണ്ടി ഞാൻ ഓടിയിട്ടില്ല. ഊബറിനെ ഞാൻ തീറ്റിച്ചിട്ടുമില്ല. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് കൂടുതലും എന്നിട്ട് ഈ പറഞ്ഞ ഓൺലൈൻ ടാക്സിയൊക്കെ ഓടിയിട്ടുള്ളൂ. അത് കുറച്ച് പേർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ വണ്ടി ഇത്രേ ഓടിയിട്ടുള്ളൂ. സോ നല്ലൊരു മഴയാണ് ഇന്ന്. ഏതൊക്കെ ആപ്പ് ഓൺ ആക്കണമെന്ന് എനിക്കറിയില്ല. ഊബറൊക്കെ ബ്ലോക്കാണോ ഇല്ലയെന്നും എനിക്കറിയില്ല. കുറേ നാളായിട്ട് ഞാൻ ഓടിച്ചിട്ടില്ല. ഞാൻ നോക്കട്ടെ എന്തൊക്കെയാണ് സംഭവിച്ചേക്കണേന്ന്. ഗൈസ്, ബൈ ദ വൈ, എൻ്റെ ഊബർ അക്കൗണ്ട് ബ്ലോക്കൊന്നുമല്ലടാ. അത്യാവശ്യം നല്ല എമൗണ്ടുള്ള ട്രിപ്പ് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ കേട്ടോ. ബ്ലോക്കായാലും സീനില്ല. മറ്റേ മൈത്താണ്ടി ട്രിപ്പൊന്നും ഞാൻ എടുക്കാറില്ല. അത് പണ്ട് മുതൽ അങ്ങനെയാണ്, എടുക്കില്ല. സോ ട്രിപ്പ് വരുമില്ലെന്ന് തന്നെ എനിക്കറിയില്ല. കുറേ നാളായിട്ടും ഈ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചേക്കണേന്നൊക്കെ നമുക്ക് വൈകാതെ അറിയാം ഈ വീഡിയോയിലൂടെ. എന്ന് ഞാൻ ജസ്റ്റ് ഒരു 5-6 ട്രിപ്പ് എടുക്കും, തോന്നുമ്പോൾ തിരിച്ചു കയറും. അത് തന്നെ മൈൻഡ്. വീട്ടിൽ പോസ്റ്റാണ് ഗൈസ്. പാക്കേജൊക്കെ ഷോർട്ടാണ്. മഴ ഫ്ലഡൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം ഷോക്ക് അടിച്ചിരിക്കുന്നതാണ്. സോ നമുക്ക് ട്രിപ്പ് നോക്കാം. റാപ്പിഡോയും കൂടി ഓണാക്കി ഇടാം കേട്ടോ. റാപ്പിഡോയിലൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു 5-6 ട്രിപ്പൊക്കെ മാക്സിമം എടുത്തിട്ടുള്ളൂ 2 കൊല്ലത്തിൽ. സോ ഇത് ഓണാണെന്ന് വിശ്വസിക്കുന്നു. ഗൈസ്, ഫൈനലി എനിക്ക് ഊബറിൽ നിന്ന് തന്നെ ട്രിപ്പ് അടിച്ചിട്ടാ. ഓ, കുഴിയുണ്ട് സേട്ടാ. പുള്ളി എന്താ ഇങ്ങനെയുള്ള നിർത്തിയാണ്. ആൻഡ് ഈ വീഡിയോ ആരെയും പ്രൊമോട്ട് ചെയ്ത് ചെയ്യണ വീഡിയോസൊന്നും അല്ല. ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതൊക്കെ കണ്ട് ഈ വീട്ടിലോട്ട് ഇറങ്ങണവരൊക്കെ പെട്ടുപോകും. അത് ആദ്യം തന്നെ പറഞ്ഞേക്കാം. ആൻഡ് ഒരു ചെറിയ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. എടപ്പള്ളിയിലേക്കാണ്. 390 റുപ്പീസ്. അറൗണ്ട് ഒരു 12-15 കിലോമീറ്റർ ഉണ്ടാവും. കുഴപ്പമില്ല. വെള്ളക്കെട്ടാണ് ഗൈസ്. പണിയാവോന്ന് അറിയില്ല. കുറേ നാൾക്ക് ശേഷം വണ്ടി ഇറക്കിയത് വെള്ളത്തിലേക്ക് തന്നെ ആവോ. ഓ മൈ ഗോഡ്, നല്ല മഴ. ഇത്ര നേരം മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പം നല്ല ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ. അതാ വെക്കാത്തുള്ളേ. അറിയൂ കമ്മിങ് എന്നൊക്കെ ചോദിക്കണ്ടല്ലോ. അതുള്ള മഴയൊക്കെയാണ്. എല്ലാവരും പതുക്കെ പോവാ. സ്പീഡിൽ പോയിട്ട് കാര്യമില്ല. തെന്നി കിടക്കണായിരിക്കും. പണി പാലവെള്ളത്തിൽ കിട്ടും. ഫൈനലി റീച്ച് ദ പ്ലേസ്. വഴിക്കൂടിയൊക്കെ കയറി പോകാനാണ്. തോട്ടിലും പോയി ചാടും. ഈ സൈഡിൽ നിന്നാണ് ബുക്ക് ചെയ്തേക്കണത്. പക്ഷെ ആളില്ല. പുള്ളി ഈ വഴിയിലാണ് നിൽക്കണം. ദൈവമേ, അടി ഇടിക്കരുതേ. സോ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞായിരുന്നു കേട്ടോ. അമൃത ഹോസ്പിറ്റലിലേക്കായിരുന്നു എടപ്പള്ളി.
ആൻഡ് നല്ലൊരു അടിപൊളി കസ്റ്റമർ ആയിരുന്നു കേട്ടോ. എ ബ്ലോക്കിലേക്കാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്തു. നല്ല കസ്റ്റമേഴ്സ് ആയിരുന്നു. ഒരപ്പനും മകനും, അച്ഛനെ സുഖമില്ലാതിരിക്കണം. സോ ഊബറിലാണ് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് തന്നത് ഗൈസ്. ആൻഡ് സമയം 12 മണി. നല്ല ബ്ലോക്കായിരുന്നു. 1 മണിക്കൂർ 3 മിനിറ്റ് പിടിച്ചു ഈ ട്രിപ്പ് കഴിയാൻ. ട്രിപ്പ് കിട്ടുമെന്ന് അറിയില്ല. അടുത്തൊരു മാച്ച് എനിക്ക് അടിച്ചിട്ട് പോയി. കരിമുകളിലേക്കാണ്, കരിമുകൾ കാക്കനാട്. വീണ്ടും ആ മാച്ച് തിരിച്ചെത്തി. ട്രിപ്പ് കിട്ടുമോന്ന് എനിക്കറിയില്ലടാ. ഈ ട്രിപ്പും കൂടി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കഥ പറയാനുണ്ട്. കഥ പറയാം. കിട്ടോ ഇത് ഇങ്ങോട്ട് തിരിച്ചാൽ കിട്ടും, അങ്ങോട്ട് പോയാൽ കിട്ടൂല. ഗൈസ് വെറുതെ കറങ്ങിയത് മെച്ചം. ആ ട്രിപ്പ് എനിക്ക് കിട്ടിയില്ല ഗൈസ്. ഞാനിപ്പോൾ നമ്മുടെ ജംഗ്ഷനിൽ വന്ന് നിൽക്കണേ. അവിടെ ഒന്നും വണ്ടി ഇടാൻ സ്ഥലമില്ല. അടിച്ചിട്ടാ അവിടെ നിന്നാണ് നേരെയുള്ള വഴി. 5 കിലോമീറ്റർ 140 രൂപയാണ് കാണിച്ചത് കേട്ടോ. 5 കിലോമീറ്റർ. അഞ്ച് കിലോമീറ്റർ 140 രൂപ എന്ന് പറയുമ്പോൾ 1 കിലോമീറ്റർ എത്ര രൂപയാണ്? 140 ഡിവൈഡഡ് ബൈ 5. നോക്കി കസ്റ്റമർ ഇറങ്ങി. ബട്ട് മൈ സീറ്റെല്ലാം നനഞ്ഞു. അവരെ തുറന്ന് കുറേ നേരം നിന്നു. ഓക്കെ, അവര് ക്യാഷ് എടുത്ത് തരാൻ വേണ്ടി ഡോറ് തുറന്ന് പിടിച്ചു മഴയത്ത്. അതാണ് ആ വെള്ളം ആയത്. നമ്മള് ആ വഴി കൂടിയാ വന്നേടാ. ശരിയാണ്. ആക്ച്വലി നമുക്കൊന്ന് ടോയ്ലറ്റിൽ പോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ എൻ്റെ പൊന്നു കേസ് മൂത്രയ്ക്കാൻ മുട്ടിട്ട് ഒരു രക്ഷയില്ല. നല്ലൊരു സ്പോട്ട് കിട്ടിയപ്പോൾ പുറകിലൊരുത്താൻ കൊണ്ടുവന്നിട്ട് ചവിട്ടിയേക്കാം. ഒരുത്തൻ എൻ്റെ പൊടി ഇപ്പം എങ്ങോട്ടാ പോണേന്ന് ദൈവത്തിനറിയാം. വെറുതെ ഓടിച്ചു കളഞ്ഞിട്ട് കാര്യമില്ല. അവിടെ വണ്ടി, അവിടെ നിന്നും വണ്ടി വന്നുണ്ട്. അതേത് വണ്ടിയാണോ? വണ്ടി വളച്ചു പോകാനാണെങ്കിൽ പറ്റിയില്ല. കൊണ്ടാരോ ചുമക്കം വണ്ടിയാണല്ലോ. ബ്ലോക്ക് ഔട്ട് പോകാം. ആശ്വാസമായി ഗൈസ്. എൻ്റെ അമ്മ മൂത്രയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു രക്ഷനാന്നില്ല. മഴ ചെയ്തോണ്ടേ എവിടെ ഇറങ്ങി എടുക്കാനും പറ്റില്ല. പോകണ്ട. ലാസ്റ്റ് നല്ലൊരു സ്പോട്ട് കിട്ടി എനിക്ക്. അവിടെ അങ്ങനെ ദൈവം തന്നെ ഇങ്ങോട്ട് കറക്കി കുതിച്ച് എത്തിച്ച്. താങ്ക് യു. ഇപ്പോൾ പൊട്ടിയാനല്ലെങ്കിൽ ഇവിടുന്ന പരിപാടി നടക്കില്ല ഗൈസ്, ഉറപ്പാണ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. CNG ഷോർട്ടായി ഗൈസ്. CNG അടിച്ചിട്ട് വരാം. ഫുഡ് കഴിച്ചിട്ടുള്ള, പിന്നെ എനിക്ക് ട്രിപ്പ് അടിച്ചിട്ടുള്ള. ഐ ഡോണ്ട് നോ വാട്ട് ഗൈസ്. അവിടെ ഒരു പൊതുവഴി ഉണ്ടായിരുന്നു. ഞാൻ ആ വഴിയിലായിരുന്നു കൊണ്ടുപോയിട്ടത്. ഞാൻ ഈ വണ്ടിയുടെ ഫ്രണ്ടിലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മാറ്റേണ്ടി വന്നു. ഇപ്പോൾ ഇതൊക്കെ പണിയണോണ്ടേ ഞാൻ കുറേ നാളായി ഈ ഒരു പമ്പിലടിച്ചിട്ട്. അങ്ങനെ ഞാൻ അവിടെ വെച്ചൊരു മച്ചാനെ കണ്ടിട്ട് ആ മച്ചാൻ എൻ്റെ അടുത്ത് പറഞ്ഞേ പുള്ളിക്കാരന് റാപ്പിഡോയിൽ മാത്രമേ ട്രിപ്പ് അടിക്കണുള്ളൂ, ഊബറിൽ അടിക്കണല്ല. എനിക്ക് റാപ്പിഡോയിൽ അടിക്കണില്ല. ഞാനിപ്പോൾ റീചാർജൊക്കെ ചെയ്ത് നോക്കിയിട്ടാ. ഇനി എന്താണ് അവസ്ഥയെന്ന് എനിക്കറിയില്ല. റാപ്പിഡോയിൽ 82 രൂപ റീചാർജ് ചെയ്ത് 1000 രൂപ ഇടാൻ പറ്റുമോ? അമ്പോ ആ പുള്ളി പറഞ്ഞാ അങ്ങനെയൊക്കെ ഉണ്ടാവും.
ഗൈസ് പതിവ് പോലെ ട്രിപ്പൊന്നും കിട്ടിയില്ല. 2:30 മണിയായി. അതായത് 12:30ക്ക് ഡ്രോപ്പ് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ എനിക്ക് ട്രിപ്പേ ഇല്ല. ഇതാണ് സത്യാവസ്ഥ. ഞാൻ ഇവിടെ നിന്ന് പോകണം. എനിക്ക് വിശക്കാൻ തുടങ്ങി. അയ്യോ ഗൈസ് ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. ലുലു മാളിൽ നിന്ന് ഒരു ട്രിപ്പ് വന്നപ്പോൾ ചാടിയെടുത്ത് അങ്ങോട്ട് പോന്നു. അതായത് 3ാമത്തെ ട്രിപ്പ്. ഒരു 5 മണി വരെയെങ്കിലും ബ്ലോക്ക് തുടങ്ങണ സമയം. പഴയ ബ്ലോക്കാണ്. 5 മണി ആയി കഴിയുമ്പോൾ നല്ല ബ്ലോക്കായിരിക്കും. അതുവരെയെങ്കിലും നൈസായിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടട്ടെ. അല്ലെങ്കിൽ ഇറങ്ങിയതിന് കൊണ്ട് അർത്ഥമില്ല. ഒന്നും കിട്ടൂല. അത് എന്തായാലും ഇവിടെ നിന്ന് പിക്ക് ചെയ്യട്ടെ ഗൈസ്. ഗൈസ് എന്ത് നല്ല മനുഷ്യർ. ഇത്രയും അടിപൊളി കസ്റ്റമറാണ് എനിക്ക് കിട്ടിയിട്ടേ ഇല്ലടാ. അതായത് എന്താണെന്നറിയോ, വെറുതെ പെർഫെക്റ്റ് എന്നൊക്കെ പറയൂലേ കസ്റ്റമർ. അയ്യോ ഇളങ്ങുന്നപ്പോഴാണ് ഒരു ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാം. ബാക്കിൽ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടാണ് ചേട്ടാ സാറ്. ഒരു സാറ് പുറകിലും ഒരു സാറ് ഫ്രണ്ടിലാണ് വരുന്നത് ചേട്ടാ. വെയിറ്റ് എനിക്ക് തോന്നി ബാക്കിലെ സീറ്റ് ബെൽറ്റ് ഊരിയാലും ഈ ഒരു സൗണ്ട് ഉണ്ടാവും. ഉണ്ടാ അതാ സംഭവം. നല്ല അടിപൊളി കസ്റ്റമർ. മുരിക്കാശ്ശേരിയില്ലേ, നമ്മുടെ ഇടുക്കിയിൽ അവിടെ നിന്നായിരുന്നു കേട്ടോ. ആൻഡ് ഓൺലൈനിലായിരുന്നു ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം. നിർത്തി ഞാൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി നിർത്തി ചെളിയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ അവിടെ നിന്നോ. അല്ല ഇവിടെ നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ വെള്ളമില്ലേ ഞങ്ങളുടെ കയറ്റി നിർത്താന്ന് പറഞ്ഞു. കയറ്റി നിർത്തി കഴിഞ്ഞപ്പോൾ പോലെ എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു 200 റുപ്പീസ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ പൊന്നെ, നമ്മൾ ഇത്ര നേരം പോസ്റ്റ് അടിച്ച് ട്രിപ്പ് ഒന്നുമില്ലാതെ പോസ്റ്റ് അടിച്ചില്ലേ. അതിൽ നല്ലൊരു കസ്റ്റമറിനാണ് നമുക്ക് മാതാവ് തന്നത് 200 റുപ്പീസ് ടിപ്പ്. അടിപൊളി. ഞാൻ പറഞ്ഞു വേണ്ട സാർ. ഇല്ല ഇരിക്കട്ടെ കുഴപ്പമില്ല. ഓക്കെ താങ്ക് യു സാർ, ഗോഡ് ബ്ലെസ് യു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോയി. അതെന്തോ തെറാപ്പി പരമായിട്ടുള്ള എന്തോ ആണ് അവിടെ. അങ്ങനെ നല്ല കസ്റ്റമറാണ്. പിന്നെ വാട്ടർ മെട്രോനെ പറ്റിയൊക്കെ കുറച്ച് ചോദിച്ചിട്ടോ സാറ്. അവിടെ റോറോ സർവീസ് നിർത്തിയിട്ടേക്കണേ. അപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചു. ഓക്കെ ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ടില്ല ഗൈസ്. ഇനി ടിപ്പ് കിട്ടിയ പൈസക്ക് നമുക്ക് ഫുഡ് കഴിക്കാം. ആ ചേച്ചിമാർക്ക് ഒരു ലിഫ്റ്റ് കൊടുക്കാറുന്നല്ലേ. നമ്മളെ ലൈറ്റ് ഹൗസിൻ്റെ അവിടെ ഉണ്ടാവുന്ന വൈപ്പിൻ ലൈറ്റ് ഹൗസ്. എനിക്ക് വിശന്നിട്ട് സത്യം പറഞ്ഞാൽ കണ്ടുകൂടാ ഗൈസ്. ബട്ട് ഒരു കട നമ്മൾ നോക്കുമ്പോൾ കാണൂല. കടയിൽ നിർത്താൻ പോകുമ്പോൾ ട്രിപ്പും വരും. എന്തൊരവസ്ഥയാണല്ലേ സംഭവം. അതാണ് ഇവിടെ എവിടെയെങ്കിലും ഒരു കട നോക്കട്ടെ. ഇതെങ്ങോട്ടാണ്? വാടാ വന്ന് നെഞ്ചത്തോട്ട് കയറാ. എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവുമായിരിക്കും. ആയി ഭക്ഷണമൊക്കെ തീർന്നു. നോക്കി ഞാൻ വല്ലാറോടം വരെ എത്തി. ചേച്ചിമാരൊക്കെ ഹോം മെയ്ഡ് ഫുഡ്. വില ഊണ് 80, തലശ്ശേരി ദം ബിരിയാണി 110. അതുവരെ കഴിഞ്ഞു. എല്ലാം കാലിയാക്കി അവർ പോയി. കണ്ട നിർത്തിയിട്ട് നോക്കി. എൻ്റെ അമ്മോ വള്ളിയൊക്കെ ഇങ്ങനെ കൊണ്ട് നിർത്തിയിടുമ്പോൾ എന്ത് സീനായിക്കോല്ല. അടിച്ച് കയറി അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് കയറ്റും. എത്ര പേര് ചത്തിട്ടുണ്ടാവില്ലേ ഇവിടെ. നോക്കിയാൽ നോ പാർക്കിംഗ്. കുറേ പേര് ആക്സിഡൻറ്റിലൂടെയൊക്കെ പട്ടുപോയിട്ടുണ്ട്. ഇവിടെ ഒരു ഫിഷ് കറി മീൽസ് എന്ന് കാണിക്കുന്നുണ്ട്. അവിടെ കയറി ഫിഷ് കറി മീൽസ് അടിക്കാം. ആ മീൽസിൻ്റെ ബോർഡ് കണ്ടിട്ട് ഓടി കയറിയതാണ്. ഞാൻ അതിൽ ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ മീൽസ് ഒന്നുമില്ല. ശോകം എല്ലാം ക്ലോസ് ചെയ്തിരുന്നു. ബാറായിരുന്നുണ്ട്. ബാറാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ നിങ്ങളുടെ അടുത്ത് ബാറായിരുന്നിട്ടാ ഇത് അങ്ങനെ പറയുമ്പോൾ ആ സാധനമൊക്കെ ഇതിൻ്റെ ഉള്ളിലായിരുന്നു മീൽസ്. അവിടെ കയറി ചെന്നപ്പോൾ അവിടെ ആരുമില്ല. ഫ്രണ്ടിൽ കയറി ചെന്നാൽ ഫ്രണ്ടിൽ ആരുമില്ല. ഞാൻ വെറുതെ പൊട്ടനായി. ലാസ്റ്റ് അതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ഇടിച്ച് കയറി ചോദിച്ചു മീൽസ് കിട്ടുമോയെന്ന് ചോദിച്ചു. അയ്യോ ചേട്ടാ അവിടെ പണി നടക്കണോണ്ട് ആ ബോർഡ് ഞാൻ വെച്ചതാണ്, മീൽസ് ഇല്ല കേട്ടാ. ഇപ്പോൾ മീൽസ് എടുത്ത് മാറ്റിയാൽ ഇവർ രണ്ടുപേരാണ് പറഞ്ഞത്. ഈ ബ്ലാക്ക് അല്ല കേട്ടോ, വൈറ്റ്.
കറങ്ങി ഐസിലെ കൂടി കറങ്ങി ഇങ്ങനെ വന്നു. ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇനി ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. കഴിച്ച് ഞാൻ ആ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യണേണ്ട. എന്താ നീ ഓടിയാന്ന് ചോദിക്കണേ? ഒന്നും ഓടിയിട്ടൊന്നുമില്ല. ആപ്പാട് 200 രൂപ ടിപ്പ് കിട്ടിയത് വെച്ചം, അത്രേ ഉള്ളൂ. ഒന്നും കിട്ടാനൊന്നും പോകണമെന്നില്ല ഈ പരിപാടിക്ക്. ഒരു ജസ്റ്റ് ഒരു നേരം പോക്ക്, അത് മാത്രമായിട്ട് ഇറങ്ങിയാൽ മതി. വണ്ടിയായിട്ട് ഒരു നേരം പോക്ക് വീഡിയോ അത്ര നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഏരാന്ന് പറയുക വണ്ടിയൊക്കെ എടുത്ത് പെട്ടു പോയേക്കണത്, ഓട്ടോ ഒന്നും ഇല്ലാതെ. പെടാതിരിക്കുക, വണ്ടിയൊക്കെ എടുത്ത് പെടാതിരിക്കുക. പെട്ട് പോയി കഴിഞ്ഞിട്ട് ലാസ്റ്റ് കിടന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. പൊക്കോ എന്തായാലും ഇന്നത്തെ ദിവസം മൂഞ്ചസ്തിയായി. ഇനി വീട്ടിൽ കയറി ഫുഡ് അടിക്കുക. എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും ഇത് തന്നെ പരിപാടി. കുറേ നാൾക്ക് ശേഷം ഒന്ന് ഊബർ ഓടാൻ ഇറങ്ങിയതാണ്. അത് കിടക്കണം ചട്ടിയും കലവും. പോട്ടെ ചേട്ടാ. പക്ഷെ എന്നിട്ട് കൊട്ടല്ലേരിയാണ് ഒരുത്തൻ്റെ തീരാരോധനമാണെന്ന് വിശ്വസിച്ച് ഞാൻ പോണ്. ഗൈസ് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ അലിച്ച് കിടണേ എൻ്റെ കുറേ ഇതൊക്കെ. പിന്നെ വെച്ചാൽ ഓട്ടം ഭയങ്കര ഷോവുകൊണ്ടാ. നിങ്ങൾ കണ്ടാലേ ലൈവായിട്ടാണ് ഞാൻ കാണിച്ചുകൊണ്ടിരുന്നത്. ശരി, എനിക്ക് ട്രിപ്പ് ഒന്നും അടിച്ചുള്ള ഈ റാപ്പിഡോയിൽ എനിക്ക് ട്രിപ്പ് അടിക്കണേ ഇല്ല കേട്ടോ. അതെന്താണ്, ഊബറിൽ 2 ട്രിപ്പെങ്കിലും അടിച്ച്, ഇതിൽ ഒരു ട്രിപ്പ് പോലും അടിക്കണല്ല. ഭയങ്കര ശോകം. 11 മണിക്ക് ഇറങ്ങി ഞാൻ 4 മണിക്ക് കയറുമ്പോൾ എന്ത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോപ്പം കിട്ടിയില്ല. CNG അടിച്ചതിൽ. ഇതാണ് അവസ്ഥ. പിന്നെ വശമാരെ കേരളത്തിൽ എല്ലായിടത്തോടും നമ്മൾ ടൂർ പാക്കേജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഗവി, വട്ടവട, അതേപോലെ നെല്ലിയാമ്പതി, കൊല്ലങ്കോട്, പിന്നെ പൊന്മുടി, കന്യാകുമാരി, എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ സിംഗിളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലോ എന്നെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ നല്ല ക്ലീൻ പാക്കേജ് സെറ്റാക്കി തരും. 1 night 2 days പാക്കേജ് ഉണ്ട്, 2 night 3 days പാക്കേജ് ഉണ്ട്. നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാത്ത കുറേ സ്ഥലങ്ങളിലോട്ടൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ആര്യങ്കാവ്, തെന്മല, റോസ്മല, പാലൊരു വാട്ടർഫോൾസ്, അമ്പനാട് എസ്റ്റേറ്റ്, ഇതിലോട്ടൊക്കെ കൊച്ചിയിൽ നിന്ന് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് നിങ്ങൾക്ക് ഗ്രൂപ്പായിട്ടൊക്കെ ബുക്ക് ചെയ്യാം. ഇമാതിരി സ്ഥലത്തോട്ടൊക്കെ ഞങ്ങൾ നൈസായിട്ട് പാക്കേജൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പോൾ ഒരു 10 ദിവസത്തേക്ക് എന്തായാലും ഇപ്പോൾ ഈ റെയിനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഏകദേശം എല്ലാം ക്ലോസ്ഡ് ആണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് സോ ഗൈസ് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം, വിളിക്കാം, ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാം. ഓക്കെ, എല്ലാം ഞാൻ തന്നെ ചെയ്യും. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ. പിന്നെ വച്ചാമാരെ നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ദിസ് ഈസ് ഫെബി കൊച്ചി റൈഡർ. ബൈ.